ഹലോ ഗായ്സ്, അപ്പൊ രാവിലെ തന്നെ ഞാൻ ഇബലെ രണ്ടാളി നേരെ പോയി ഉമ്മാന്റെ വീട്ടിലാക്കി കൊടുക്കട്ടാ. പോണ വൈക്ക് വെച്ചൊരു വല്ലിപ്പാനെ കണ്ടപ്പോ രണ്ടും കൂടി വല്ലിപ്പാനെ പിയ്യാൻ നിക്കണ്ടേ. മുട്ട പപ്സും അതുപോലെ തന്നെ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങി കൂട്ടിയിരുന്നു. അപ്പൊ അതായിട്ടൊക്കെയാണ് ഉമ്മാരോടൊക്കെ എത്തിക്കണ്ടേ. ഒലിക്ക് തീരെ താല്പര്യമില്ല ഉമ്മാരോടൊക്കെ പോരാനൊന്നും. സെൻസറിനാണെങ്കിൽ തീരെ താല്പര്യമില്ല കേട്ടോ ഉമ്മാരോടൊക്കെ പോവാന്. വേറൊന്നല്ല, ഓനിക്കിന്ന് കളിയുണ്ട്. ആ കളി പിത്തനാക്കിക്കാനാണ് ഞാനെ കൊണ്ടുപോണത്. അപ്പൊ നമ്മൾ ഇട്ടിക്കുന്ന ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യട്ടാ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് എന്താ പറയാ ചോപ്പ് ചിഹ്നം അങ്ങോട്ട് ഇട്ടോളി. അപ്പൊ നമ്മളിന്ന് വേറെ പോണത് അസ്നന്റെ കല്യാണത്തിനാട്ടോ. 11 മണിക്ക് പോകാന്ന് പറഞ്ഞാണ്ട് റുഫൈദ് നമ്മളെ 1 മണിക്കൂർ പോസ്റ്റ് ആക്കി കിട്ടും. അങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യി. രണ്ട് വർത്താനം പറഞ്ഞു വിചാരിച്ചതാണ്, പക്ഷേ ഈ ചിരിന്റെ മുമ്പിൽ ഇങ്ങോട്ടേക്ക് പറയാൻ കഴിഞ്ഞില്ല. പിന്നെ നമ്മൾ നേരെ കല്യാണത്തിന് പോയി. നമ്മളെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരൊന്നും ഇല്ല, ഓൾക്ക് വരാൻ പറ്റിയിട്ടില്ല. അതിന്റെ ചെറിയൊരു വിഷമ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉള്ളിൽ നല്ലോണം ഉണ്ട്. ആ വിഷമം തീർക്കാൻ വേണ്ടി നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. ബ്രെഡിനെ കാണുന്നതിന് മുമ്പ് തന്നെ ഫുഡ് ആയിട്ട് നമുക്ക് മുക്കി. പിന്നെ ഓരോ ഫുഡ് കൂടി നമ്മളെ ഫാന മൊത്തത്തിൽ അങ്ങോട്ട് തീർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ ബ്രൈഡിനെ കാണാൻ പോയി. നമ്മൾ നേരത്തെ എത്തിയോണ്ട് ഓൾക്ക് നല്ല സന്തോഷമായിക്കണു കേട്ടോ. എന്താപ്പ നമ്മള് കാട്ടി. പിന്നെ നല്ല ഡെസേർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗുലാബ് ജാമുൻ ഐസ്ക്രീം നല്ല അടിപൊളി ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ എൻട്രി കാര്യങ്ങളൊക്കെ കാണാനാണ് പോയത്. അതിന്റെ മുമ്പ് തന്നെ ഫാൻ എസ്കേപ്പ് ആയി. ഓൾക്ക് എന്തോ വേറെ പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മളെ ബ്രൈഡിന്റെ എൻട്രി കാര്യങ്ങളൊക്കെ നല്ല അതിമനോഹരമായിട്ട് ഇവിടെ കാണുന്നു കൂടി കെട്ടാ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ മാറ് കാര്യങ്ങളൊക്കെ കെട്ടിയതിനു ശേഷം നമ്മൾ നേരെ പോയത് ഫോട്ടോഷൂട്ട് വീഡിയോ ഷൂട്ട് കാര്യങ്ങളൊക്കെ എടുക്കാം. അത് പിന്നെ ആണല്ലോ നമ്മുടെ രക്തത്തിൽ ചേർന്നതാണ്. പിന്നെ നമ്മൾ നേരെ പോയത് വേറെ എടുക്കല്ല, നല്ല അടിപൊളി നാരങ്ങ സോഡ കുടിക്കാനട്ടാ. ഈ ബിരിയാണിന്റെ മുകളിലൊക്കെ നാരങ്ങ സോഡ കുടിക്കാന്ന് പറഞ്ഞത് അതിന്റെ ഫീല് വേറെ തന്നെ. അത് ഇങ്ങനത്തെ ഒരു അടിപൊളി വ്യൂലൊക്കെ ആവുമ്പോ മോനെ പറയും വേണ്ടിരൂല്ല. അങ്ങനെ നമ്മൾ 2 നാരങ്ങ സോഡ കാര്യങ്ങളൊക്കെ എന്താ പറയേ വാങ്ങി കുടിച്ചു. അപ്പൊ റുഫൈദാന്റെ വകയായിട്ട് നമുക്ക് നാരങ്ങ സോഡ കിട്ടി. കുടിച്ചപ്പോ എന്റെ മോനെ ഒരു സമാധാനം ഇനിട്ട് നമുക്ക് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടാ. പിന്നെ നമ്മൾ നേരെ പോയത് ഫാന്റെ വീട്ടിൽ. അതിന്റെ ഇടയിൽ കൂരാട് പാടത്തിപ്പോ ഇപ്പത്തെ ട്രെൻഡ് റീൽ ഉണ്ടല്ലോ, നമ്മളും ചെയ്തു. നമ്മളിഞ്ഞ് കുറക്കണ്ടല്ലോ അങ്ങനെ. പിന്നെ നമ്മൾ ഫാന്റെ വീട്ടിലെത്തിയപ്പോ കണ്ടത് എന്താ, ഓളെ ഏട്ടന്റെ ഗ്രൂം ട്യൂബിക്ക് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് ഓളി നമ്മളെ കണ്ടപ്പോ മാറിക്കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്ര തന്നെ ഉള്ളൂ. എല്ലാവർക്കും ബൈ.